ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CP മുഹമ്മദ് ബഷീർ സാഹിബ്, ഈ പരിപാടിയിൽ സന്ദേശം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന അഡ്വക്കേറ്റ് റഫീഖ് കുറ്റിക്കാട്ടൂർ, വേദിയിൽ ഉപവിഷ്ടരായ PN മുഹമ്മദ് റോഷൻ, K സാദാത്ത് മാസ്റ്റർ, P അബ്ദുൽ ഹമീദ് മാസ്റ്റർ, AC ഫൈസൽ മൗലവി, ഫരീദ ഹസൻ, ഷാഹിന, ഷഫീഖ് കല്ലായി തുടങ്ങി ബിനൗഷാദ്, ലുക്മാൻ, സിയ ഹാരിസ് തുടങ്ങി ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ എൻ്റെ സഹോദരി സഹോദരന്മാരെ, മുമ്പിൽ ഇരിക്കുന്ന എൻ്റെ കാഡറ്റ് സഹോദരന്മാരെ, സഹോദരികളെ, നാദാപുരത്തിൻ്റെ ധമനികളിലൂടെ ഇവിടെ ഒഴുകിയെത്തിയിട്ടുള്ള പുരുഷാരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ രാജ്യം വളരെ ദുഃഖകരമായ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോഴുള്ളത്. നമ്മുടെ 44 CRPF ജവാന്മാരെ ഏതോ അജ്ഞാതമായ സംഘം വകവരുത്തിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കുമുള്ള ദുഃഖം നമ്മളിവിടെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഈ രാജ്യത്തേക്ക് അക്രമികൾ കടന്നു വരാതെ ഈ രാജ്യത്തെയും ഈ രാജ്യത്തെ ജനങ്ങളെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഇവിടുത്തെ ഗവൺമെൻറ്റിനുണ്ട്, സർക്കാരിനുണ്ട്. ആ ബാധ്യത അവർ നിറവേറ്റിയിട്ടുണ്ടോ എന്നുള്ളത് വരും കാലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നാട്ടിന് വന്നു ചേർന്നിട്ടുള്ള ഈ ഒരു ദുഃഖകരമായ ഖേദകരമായ അവസ്ഥയെ വില കുറഞ്ഞ താഴ്ന്ന രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഗവൺമെൻറ്റും അതുപോലെ മറ്റുള്ളവരും തയ്യാറാവരുത് എന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ഈ നാട്ടിലെ ഭരണകൂടത്തിന് മുമ്പിൽ വെക്കാനുള്ള ഒരു കാര്യം. കാരണം ഇത് പറയാൻ കാരണം പട്ടാളത്തെയും അതുപോലെ എന്തിനേയും ചെറിയ ചില്ലറ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ഇവിടെ ദുഃഖം പ്രകടിപ്പിച്ചു. നമ്മൾ രാജ്യം നേരിടുന്ന ഭീഷണികൾ അഭിമുഖീകരിക്കാൻ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് നമ്മളതിലൂടെ നൽകിയിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാഹ് നമ്മൾ പുറപ്പെട്ടയിടത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. നാദാപുരത്തിൻ്റെ മണ്ണിൽ നിന്ന് തുടങ്ങിയ ഈ പ്രസ്ഥാനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അഥവാ NDF രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ, അതിൻ്റെ ഗ്രാമങ്ങളിലൂടെ, അതിൻ്റെ ഹൃദയങ്ങളിലൂടെ, അതിലെ പട്ടണങ്ങളിലൂടെ, നഗരങ്ങളിലൂടെ, താഴ്വരകളിലൂടെ സഞ്ചരിച്ച് 30 വർഷത്തിന് ശേഷം ഇന്നിതാ ഈ നാദാപുരത്തിൻ്റെ മണ്ണിൽ തന്നെ വീണ്ടും വന്നു ചേർന്നിരിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിന് എത്ര സ്തുതി പറഞ്ഞാലും മതിയാവാത്ത ഒരു പരിസമാപ്തിയല്ല, പ്രയാണത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്, ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തെ ഞങ്ങൾ എവിടെയും വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞിട്ടില്ല.
പള്ളിക്കണ്ടത്തിൽ സൂഫി ഉസ്താദിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുള്ള ഈ മെഴുകുതിരി വട്ടം ഏത് കൊടുങ്കാറ്റിലും പേമാരിയിലും പ്രളയത്തിലും സുനാമിയിലും അണഞ്ഞു പോകാതെ ഞങ്ങൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഈ സന്ദർഭങ്ങളിലൊക്കെ പരമാവധി വെളിച്ചം പകരാൻ ഞങ്ങൾ ശ്രമിച്ചു പോന്നിട്ടുമുണ്ട്. അന്നത്തെ മെഴുകുതിരിവട്ടം ഇന്നിതാ ഒരു സൂര്യ തേജസ്സായി ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നു ചേർന്ന് നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ പ്രയാണത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരും സഹായിച്ചവരുമായ ഒരുപാട് സഹോദരങ്ങളെ എനിക്ക് ഓർമ്മ വരികയാണ്, ഞങ്ങൾക്ക് അനുസ്മരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ പ്രയാണത്തിനിടയിൽ തങ്ങളുടെ ജീവൻ ബലി നൽകിയിട്ടുള്ള രക്തസാക്ഷികളെ, ശുഹദാക്കളെയും എനിക്ക് അനുസ്മരിക്കേണ്ടതുണ്ട്. ഞങ്ങൾ സംഘടന ഔദ്യോഗികമായി തുടങ്ങുന്നതിന് മുമ്പും അതിനുശേഷവുമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ 15 ലക്ഷം രക്തസാക്ഷികൾ ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. അബൂബക്കർ മാഷ് അടക്കമുള്ള 15 രക്തസാക്ഷികൾ. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മളെയും അവരെയും സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഒരുപാട് ആളുകളെ ഞങ്ങൾക്ക് അനുസ്മരിക്കാനുണ്ട് എന്ന്. ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരാളാണ് പള്ളിക്കണ്ടത്തിൽ സൂഫി ഉസ്താദ് എന്ന് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. എന്നും ഞങ്ങൾക്ക് ഊർജം പകർന്നുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നേരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിപ്പിക്കപ്പെട്ടപ്പോൾ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളെ എതിർക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ പ്രബലന്മാരും പ്രമുഖന്മാരുമായ ആളുകൾ, വിവിധ സംഘടനകൾ രംഗത്ത് വന്നപ്പോൾ അവർക്കുള്ള മറുപടിയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രിയപ്പെട്ട പള്ളിക്കണ്ടത്തിൽ സൂഫി ഉസ്താദ്. അദ്ദേഹത്തെ അനുസ്മരിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷേ ഞങ്ങളുടെ പ്രയാണം ഇവിടെ തിരിച്ചു വന്നപ്പോൾ ഇത് കാണാൻ അദ്ദേഹം ഇന്നില്ല എന്നുള്ളത് ഒരു ദുഃഖമാണ്. എങ്കിലും സ്വർഗത്തിൽ നമുക്ക് അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം, ഇൻഷാ അല്ലാഹ്. അതുപോലെ ഈ പരിപാടി ഞങ്ങൾ നേരത്തെ നിശ്ചയിച്ചിരുന്നത് വടകരയിൽ നടത്താനായിരുന്നു. എന്നാൽ ഒരു സഹോദരൻ NDF-ലും പിന്നീട് പോപ്പുലർ ഫ്രണ്ടിലും സജീവ സാന്നിധ്യമായിരുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു, മമ്മൂട്ടി സാഹിബ് കമ്മാരംകണ്ടി. അദ്ദേഹവും ഇന്ന് അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരമാണ് ഈ പരിപാടി ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളതും ഇവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതും. അദ്ദേഹവും ഇന്ന് ഇത് കാണാൻ നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളത് ദുഃഖകരമായ സംഗതിയാണ്. അള്ളാഹു ഇരുവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വേറെയും ഒരുപാട് ആളുകളുണ്ട്. മൊയ്തു മാഷുണ്ട്, അതുപോലെ ഇസ്മായിൽ കംഫർട്ട് ട്രാവൽസിൻ്റെ ഇസ്മായിൽ ഉണ്ട്, അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും നമ്മളോടൊപ്പമുള്ള ബദു അഹമ്മദ് ഉണ്ട്. അദ്ദേഹം ഇവിടെ നടക്കാനൊക്കെ വളരെ പ്രയാസമാണ്. എങ്കിലും വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ഈ യാത്രാ സംഘത്തെ അവരൊക്കെ കൂടി തൊടുത്തു വിട്ടിട്ടുള്ള ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ഈ ജനബാഹുല്യത്തെ നേരിൽ കാണുന്നതിന് വേണ്ടി അദ്ദേഹം എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. വേറെയും ഒരുപാട് ആളുകൾ ഈ വളരെയേറെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന, ആരോഗ്യപരമായി വളരെയേറെ ബുദ്ധിമുട്ടനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ ഞാൻ അനുസ്മരിക്കുകയാണ്. നമ്മുടെ ഉന്നത്ത് മൂസക്ക, അദ്ദേഹം കിഡ്നി സംബന്ധമായ രോഗത്താൽ ബുദ്ധിമുട്ടനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തം പോക്കർക്ക തുടങ്ങിയിട്ടുള്ള ആളുകൾ, അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞീറ്റിക്ക, നാദാപുരത്തുകാരൻ്റെ കുഞ്ഞീറ്റിക്ക, എപ്പോഴും ഒരു ചായയും അതിൻ്റെ കടിയും അവിടെ ഫ്രീ ആണ് ഞങ്ങൾക്ക്. അങ്ങനെയുള്ള കുഞ്ഞീറ്റിക്ക, അദ്ദേഹത്തെയും ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. അതുപോലെ KK അബൂബക്കർ, പിന്നെ വടകരയിലെ മൂസക്ക തുടങ്ങിയിട്ടുള്ള ആളുകൾ. പിന്നെ വേറെ ഒന്ന് എനിക്ക് പ്രത്യേകമായി ഇവിടെ അനുസ്മരിക്കാനുള്ള മറ്റൊരാൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന തളീക്കരയിലെ സുലൈമാൻ എന്നയാളാണ്. അദ്ദേഹത്തെയും ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. കാരണം പല ആളുകളും ഇപ്പോൾ ഞങ്ങളോടൊപ്പമില്ല, പല ആളുകളും ഇപ്പോൾ ഈ നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്നില്ല, പല ആളുകളും നമ്മളോടൊപ്പം പ്രവർത്തന രംഗത്ത്
ഇല്ല, അവർ മറ്റു പല വഴികളിലേക്കും പോയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ തുടക്കക്കാരായ ആളുകളെ, അവരുടെ കൈവെള്ളയിൽ നിന്ന് ഉദിച്ചുയർന്ന ഈ പ്രസ്ഥാനത്തെ ഈ വിധത്തിൽ എത്തിച്ച ആളുകളെ നമുക്ക് അനുസ്മരിക്കാതിരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഇത്രയും പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളെ ആവേശം പകർന്ന് സഹായിച്ച വേറെയും ആളുകളുണ്ട്. എറോത്ത് മൂസ ഹാജി, അദ്ദേഹം ഞങ്ങൾക്ക് വളരെയേറെ പ്രിയപ്പെട്ട ആളായിരുന്നു. പലപ്പോഴും അദ്ദേഹം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ അനുഗ്രഹവും ആഗ്രഹവും സ്വപ്നവും പ്രാർത്ഥനയും പൂവണിഞ്ഞുവോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗതി വളരെ തീർച്ചയാണ്. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരായത്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. കമസലി സറഇൻ ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا كريما. ومثلهم في الإنجيل, ഇഞ്ചീലിൽ അവരുടെ ഉദാഹരണം കസർഇൻ, ഒരു കൃഷി പോലെയാണ്. അഖ്റജ ശത്അഹു, അതിൻ്റെ നാമ്പ് പൊടിച്ചു വന്നു. ഫആസറഹു ഫസ്തഗ്ലദ, അത് മുളച്ചു വന്നു, അത് തിങ്ങി ഇടതൂർന്ന് വളർന്നു. ഫസ്തവ അലാ സൂഖിഹി, അത് സ്വന്തം കാണ്ഡത്തിൽ നിൽക്കാൻ കേൾപ്പിട്ടതായി തീർന്നു. യുഅ്ജിബുൽ സുറാ, അതിൻ്റെ കർഷകനെ തന്നെ അത്ഭുതപ്പെടുത്തി. ലിയഗീള ബിഹിമുൽ കുഫാർ, അവിശ്വാസികൾക്ക് അതിൽ ഭയങ്കരമായ ഈർഷ്യയുണ്ടാക്കും വിധത്തിൽ അത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം, ഈ നാദാപുരത്തിൻ്റെ മണ്ണിൽ നിന്ന് തുടങ്ങിയ ഈ പ്രസ്ഥാനം ഈ വിധത്തിൽ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 30 വർഷത്തെ ഒരു റമദാൻ മാസത്തിലെ ഒരു ദിവസം ഞാൻ അനുസ്മരിക്കുകയാണ്. അന്ന് ഞാൻ നാദാപുരത്തിൻ്റെ ഈ പ്രദേശങ്ങളിൽ ഒരു കലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ചീക്കുന്ന ഹമീദ് സാഹിബ് ഞാനും കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് കോഴിക്കോട്ട് നിന്ന് ഒരു സഹോദരൻ വന്നിട്ട് പറയുന്നത്, ഉടനെ കോഴിക്കോട്ടെത്തണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥി, ഒരു ഡോക്ടർ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. അയാൾക്കെതിരായി ഭയങ്കരമായ ആക്രമണങ്ങൾ ആണ് RSSകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോടതിയിൽ കയറി കോടതിയിലെ ഗ്ലാസും ചില്ലുകളുമൊക്കെ അടിച്ചു പൊടിച്ചിരിക്കുന്നു. എല്ലാവരും നിസ്സഹായരായി നിൽക്കുകയാണ്. ഉടനെ അവിടെ എത്തണം, കുറച്ചാളുകളുമായി എത്തണം. ആരെയുമായി എത്തും? ഉടനെ ഹമീദ് സാഹിബ് ഞാൻ കൂടി ആളക്കരാൻ തുടങ്ങി. ഞാനിപ്പോൾ അനുസ്മരിക്കുന്നത് നമ്മുടെ ബദു അഹമ്മദ് ഖാണ് അദ്ദേഹത്തെ പറ്റി പറയാൻ. അത് നല്ല അർത്ഥത്തിലാണോ ചീത്ത അർത്ഥത്തിലാണോ എനിക്കറിയില്ല. എൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് നല്ല അർത്ഥത്തിലാണ്. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ധീരത, ഗൾഫ് രാജ്യത്തുണ്ടായിരിക്കുന്ന ധീരതയും അദ്ദേഹത്തിൻ്റെ ശക്തിയെയും കുറിക്കുന്നതാണ് ആ പേര് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഹമീദ് സാഹിബ് പറഞ്ഞു, അബു സാഹിബ് നിങ്ങളെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ ഒരു സൽക്കാരത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ച ആദ്യത്തെ സൽക്കാരമാണ്. അതിൻ്റെ ഒരുക്കത്തിലാണ്, നോമ്പ് തുറക്കാറായിരിക്കുന്നു. അങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ പോകണം. ഞാനല്ല, ഹമീദ് സാഹിബ് പറഞ്ഞു ഇപ്പോൾ പോകണം എന്നാണ് ഹമീദ് സാഹിബ് പറയുന്നത് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പെങ്ങളുടെ ആദ്യത്തെ സൽക്കാരമാണ്. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്നാൽ വിട്ടേക്ക്, കുഴപ്പമില്ല, അത് സൽക്കാരമൊക്കെ അല്ലേ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ, അല്ല, ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എന്താണോ പറഞ്ഞത് അതനുസരിക്കാമെന്നല്ലാതെ അതിലപ്പുറത്തേക്ക് എനിക്കൊരു സൽക്കാരവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ ഉറങ്ങിപ്പോന്നിട്ടുള്ള ആളാണ് വധു. അപ്പോൾ അതുപോലെ വേറെയും കുറേ ആൾക്കാർ മമ്മൂട്ടി, വേറൊരു മമ്മൂട്ടി ഉണ്ട്, തണ്ണീർപന്തലിലുള്ളൊരു മമ്മൂട്ടി, അതുപോലെ ഒരു യൂസുഫ് ഖാ, വാണിമേലിലെ യൂസുഫ് ഖാ, തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ അന്ന് അങ്ങോട്ട് പോയി. അതിനുശേഷം എനിക്കറിയാം, ഞാൻ അത് ദീർഘിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അതിനുശേഷം ആ വിഷയത്തിൽ അവസാനം വരെ പൊരുതി നിൽക്കുകയും എനിക്കറിയാം, ഒരു എറോത്ത് ഉസ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ നാദാപുരത്തുകാരനാണ് നമ്മളോടൊപ്പം വന്നിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവസാന നിമിഷം വരെ പൊരുതി നിൽക്കുകയും നിയമപരമായി യുദ്ധം നടത്തുകയും ആ യുദ്ധത്തിനൊടുവിൽ ആ ഡോക്ടറെ മോചിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ചരിതാർത്ഥജനകമായ സംഗതി എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ഡോക്ടർ സാദിഖ് എന്ന പേരിൽ നിന്ന് അറിയപ്പെടുന്ന ഡോക്ടർ സത്യനാഥൻ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെയൊക്കെ നിങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള ഈ പ്രസ്ഥാനം അവിടെയൊക്കെ ഹാജർ നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഹാജർ അവിടെ കൊടുത്തിട്ടുണ്ട്.
അതുപോലെ ഹാദിയ എന്നൊരു പെൺകുട്ടി, അവളുടെ പൗരാവകാശം നിഷേധിക്കപ്പെട്ട് സ്വന്തം മാതാപിതാക്കളുടെ പീഡിത മുറിയിൽ ഏകാന്ത തടവിലിരുന്നപ്പോൾ അവളുടെ ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടാൻ ആളില്ലാതെ വന്നപ്പോൾ അവിടെയും ഞങ്ങൾ ഹാജർ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. സത്യസരണി എന്ന ഇസ്ലാം മതപഠന കേന്ദ്രത്തിലേക്ക് അത് അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് RSSകാർ മാർച്ച് നടത്താൻ വന്നു മഞ്ചേരിയിലേക്ക്. അവിടെയും ഒരിഞ്ചും മുമ്പോട്ട് അനങ്ങാൻ വിടാതെ അവിടെയും ഞങ്ങൾ ഹാജറുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ശബരിമലയുടെ പേരിൽ RSSന്റെ വർഗീയ വിദ്വേഷ ഹിന്ദുത്വം തെരുവിൽ നിരപരാധികളെ ആക്രമിക്കാൻ ഇറങ്ങിയപ്പോൾ അൽഹംദുലില്ലാ അവിടെയും ഞങ്ങൾ ഹാജറുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പ്രളയകാലത്ത് സംസ്ഥാനം വിറങ്ങലിച്ചു നിന്നപ്പോൾ അവിടെയും ഈ പ്രസ്ഥാനം ഹാജരുണ്ടായി. കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും ഞങ്ങൾ ഹാജർ പറഞ്ഞിട്ടുണ്ട്. നോർത്തിലും നോർത്ത് ഈസ്റ്റിലും ഈ ബീഹാറിൻ്റെ അതുപോലെയുള്ള ആസാമിൻ്റെ പശ്ചിമ ബംഗാളിൻ്റെ തുടങ്ങിയിട്ടുള്ള നോർത്ത് ഈസ്റ്റുകളിൽ യാത്ര നടത്തിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. RSSകാർ മാത്രമല്ല മുസ്ലിങ്ങളെ കൊല്ലുന്നത്, ദളിതുകളെ കൊല്ലുന്നത്. ദാരിദ്ര്യവും വിശപ്പും ദാരിദ്ര്യവും അതുപോലെ രോഗവും മുസ്ലിങ്ങളെ കൊല്ലുന്നുണ്ട്, ദളിതുകളെ കൊല്ലുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെയും പിന്നോക്ക ഗ്രാമങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഹാജർ തെളിയിക്കുകയുണ്ടായി. കശ്മീരിൽ പ്രളയമുണ്ടായപ്പോൾ 400-ലധികം വീടുകൾ നിർമ്മിച്ചു നൽകി. ഉത്തരാഖണ്ഡിൽ കൊടുങ്കാറ്റും പ്രളയവും നർത്തനമാടിയപ്പോൾ ഞങ്ങൾ അവിടെയും എത്തി. ഞാൻ പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ നാദാപുരത്തിൻ്റെ നിസ്സഹായതയും അതിൽ തന്നെ അലിഞ്ഞു ചേർന്നിട്ടുള്ള ധീരതയും ജനിപ്പിച്ച് വിട്ട ഈ പ്രസ്ഥാനം എവിടെ ഞങ്ങളുടെ സാന്നിധ്യം ആവശ്യമായിരുന്നുവോ അവിടെ ഈ പ്രസ്ഥാനം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു കാലഘട്ടത്തിൽ വർഗീയ ഫാഷിസ്റ്റുകൾ നെഞ്ചുവിരിച്ച് തിമിർത്ത് നിന്നപ്പോൾ അരുത് എന്ന ഗർജനം പൊങ്ങുവാനാണ് ഈ പ്രസ്ഥാനം ഉണ്ടായിട്ടുള്ളത്. അത് ഇന്നേ വരെ തുടർന്നു പോരുന്നുണ്ട്. മുസ്ലിങ്ങളോടുള്ള ഞങ്ങളുടെ സന്ദേശം ഭയത്തെയും അള്ളാഹുവിനെയും അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടരുത് എന്നുള്ളതാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ കരുത്ത് നേടണമെന്നും ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ സൂചനകളായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയ മഹാസമ്മേളനങ്ങളിലെ ജനസാന്നിധ്യം. ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ജനങ്ങൾ സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തി. ദൂര ദിക്കുകളിൽ നിന്നും മലമടക്കുകളിൽ നിന്നും 14 സംസ്ഥാനങ്ങളിലായി നടത്തിയിട്ടുള്ള ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന ശീർഷകത്തിൽ നടത്തിയിട്ടുള്ള സമ്മേളനങ്ങളിലേക്ക് അവർ ഓടിയെത്തി. ലക്ഷക്കണക്കിന് ജനങ്ങൾ നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തോട്, നാദാപുരത്തിൻ്റെ ഗദ്ഗതങ്ങളിൽ ജന്മം നൽകിയ ഈ പ്രസ്ഥാനത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഒത്തുചേർന്നു എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ജാർഖണ്ഡിലെ BJP ഗവൺമെൻറ് ഇതിനിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയുണ്ടായി. വെറുതെ ഒരു കാരണവുമില്ലാതെ അകാരണമായി നിരോധിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നിരോധിച്ചിട്ടുള്ളത്. എന്താണ് കാരണം? നിങ്ങൾക്കറിയാമല്ലോ. ജാർഖണ്ഡിലെ ലതഹാർ ജില്ലയിലെ മസ്ലൂം അൻസാരി, അതുപോലെ 11 വയസ്സുകാരനായ ഇംതിയാസ് ഖാൻ എന്നിവരെ കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവിടേക്ക് ആദ്യമായി ഓടിയെത്തിയ ഒരു മുസ്ലിം സംഘടന അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം, ഒരു സംഘടന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ധീരന്മാരായ ചെറുപ്പക്കാരായ ജാർഖണ്ഡിലെ പ്രവർത്തകന്മാരായിരുന്നു. അവിടെ ഓടിയെത്തുക മാത്രമല്ല, അവിടെ പാക്കൂർ എന്ന സ്ഥലത്ത് പോയി അവിടെ ഭയങ്കരമായ ഒരു പ്രതിഷേധ പ്രകടനം നടത്തി. ജാർഖണ്ഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇതുപോലുള്ള ഒരു പ്രതിഷേധം ഒരു മുസ്ലിം സംഘടന നടത്തുന്നത്. ഇത് ഭയങ്കരമായി ഇവരെ ചൊടിപ്പിച്ചു. അതിനുശേഷം BJPയുടെ ഒരു MLA ആ പാക്കൂരിൽ വന്നിട്ട് പറഞ്ഞു, ജാർഖണ്ഡിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും അവസ്ഥ ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്, അടിച്ച് തല്ലിക്കൊന്ന് ഞങ്ങൾ കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞു. ഇയാൾക്കെതിരെ കേസെടുക്കണമെന്ന് ഞങ്ങൾ പോലീസിനോട് പോയി പറഞ്ഞു. നമ്മുടെ സഹോദരന്മാർ പോലീസിനോട് പറഞ്ഞു. പോലീസ് കേസെടുക്കാൻ ധൈര്യപ്പെട്ടില്ല. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ആ മാർച്ച് നടത്തിയപ്പോൾ നമ്മുടെ പ്രവർത്തകന്മാർ ഒന്നായിട്ട് 43 ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയി 3 മാസം ജയിലിലിട്ടു. മാത്രമല്ല അവരെ അതിക്രൂരമായി മർദ്ദിച്ചു.
ആ മർദ്ദിച്ച പോലീസ് ഓഫീസർക്കെതിരെ കേസ് കൊടുത്തു. ഇതൊക്കെ ജാർഖണ്ഡിൽ ആദ്യമായിരുന്നു. ജാർഖണ്ഡിൽ ഇങ്ങനെയുള്ള ധിക്കാരം പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം സംഘടനയുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കണമെന്നുള്ളത് അവർക്ക് അന്നേ തോന്നിയിരുന്നു. മാത്രമല്ല മസ്ലൂമിൻ്റെയും അതുപോലെ ഇംതിയാസിൻ്റെയും കൊലയാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തു. അലീമുദ്ദീൻ്റെ കൊലയാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തു. ഇതിങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം ഈ ധിക്കാരികളെ അമർച്ച ചെയ്യുക തന്നെ വേണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആ നിരോധനം ഏർപ്പെടുത്തി. പക്ഷേ ഞങ്ങൾ അവിടെ അടങ്ങിയിരുന്നില്ല. പിറ്റേ ദിവസം തന്നെ ലീഗൽ ഫൈറ്റ് തുടങ്ങി. ഒരു ഫൈറ്റിൻ്റെ അവസാനമായിരുന്നു ഞങ്ങളുടെ നിരോധനമെങ്കിൽ മറ്റൊരു ഫൈറ്റ് തുടങ്ങുകയായിരുന്നു. ആ അവസാനത്തിൽ നിന്ന് ഞങ്ങളൊരു ഫൈറ്റ് തുടങ്ങുകയായിരുന്നു. അത് ലീഗൽ ഫൈറ്റ് ആയിരുന്നു. ഹൈക്കോടതി ഞങ്ങളുടെ നേരെയുള്ള ഈ നിരോധനം റദ്ദു ചെയ്തു. പക്ഷേ ഇപ്പം വീണ്ടും ആ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെ ജാർഖണ്ഡിൽ അനുവദിച്ചുകൂടാ എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തനത്തിനുള്ള ഇഹലോകത്തുള്ള ശമ്പളമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്നൊന്നും പിന്തിരിയാൻ ഞങ്ങളുടെ ജന്മത്തിൽ പിന്തിരിയാനുള്ള ഒരു തരത്തിലുള്ള ഞങ്ങളുടെ ഇതെന്താന്ന് പറയാ ഞങ്ങളുടെ DNA അത് ഉൾച്ചേർന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, 4 നൂറ്റാണ്ട് മുമ്പ് RSSനെ കുറിച്ച് എന്തൊക്കെ NDF പറഞ്ഞിട്ടുണ്ടോ അത് അവിടെയൊക്കെ തന്നെയാണ് RSS ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞിടത്തേക്ക് RSS വളർന്നിരിക്കുന്നു. RSS എന്ന് ഞങ്ങൾ പറഞ്ഞു. RSS നമ്മൾ കരുതിയിരിക്കണം. RSS അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ്. RSS അധികാരം പിടിക്കും. RSSനെ ഒരു BJP ആയി നിങ്ങൾ കാണരുത്. RSS ഒരു മനസ്ഥിതിയാണ്. അതൊരു സംഘടനയായി നിങ്ങൾ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് നമ്മൾ പറഞ്ഞു. അതൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാരെന്താ പറഞ്ഞതെന്നറിയോ? ഇവിടെയുള്ള ബുദ്ധിജീവികളും നല്ല സുമനസ്സുകളുമായുള്ള ആൾക്കാർ പറഞ്ഞു, ഈ NDFകാർ കാലിൻ്റെ അടിയിൽ ചുവപ്പ് മാറാത്ത കുട്ടികളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത ഭീതി സൃഷ്ടിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ സുശക്തമായ സുദൃഢമായ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഏതെങ്കിലും ദ്വാരങ്ങളിലൂടെ RSS പോലുള്ള ഒരു ഫാഷിസ്റ്റ് വർഗീയ സംഘടനക്ക് വളരാനുള്ള യാതൊരു സാഹചര്യവും ഇന്നില്ല എന്ന് നമ്മളോടന്ന് പറഞ്ഞു. പിന്നീട് വന്നതെന്താണ്? RSS ക്രമേണ വളർന്നു വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവസാനം അവർ ഒരു മനസ്ഥിതി തന്നെയായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി എല്ലാവർക്കും. ഇപ്പോൾ RSS എന്നുള്ളത് നമ്മൾ അന്ന് പറഞ്ഞു, RSS മുസ്ലിങ്ങളുടെ മാത്രം ശത്രുവല്ല, RSS എല്ലാവരുടെയും ശത്രുവാണ്. RSS ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ശത്രുവാണ്. RSS ഈ രാജ്യത്തിൻ്റെ തന്നെ ശത്രുവാണ് എന്ന് ഞങ്ങളന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ കണ്ടില്ലേ, RSS രാജ്യത്തിൻ്റെ തന്നെ ശത്രുവായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അധികാര ലബ്ധിക്ക് വേണ്ടി RSSകാർ എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്, BJP എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് നമുക്കറിയാം. വെറും 31% വോട്ട് വാങ്ങിയിട്ടാണ് വന്നത്. വോട്ട് രേഖപ്പെടുത്തപ്പെട്ട വോട്ടിൻ്റെ 31% സ്വീകരിച്ചുകൊണ്ടാണ് RSSകാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ അധികാരത്തിൽ വരാൻ സാധിച്ചിട്ടുള്ളത്? അത് അന്നത്തെ UPA ഗവൺമെൻറ്റിൻ്റെ അഴിമതിയും അതേപോലെ തന്നെ ഈ പ്രാദേശിക സെക്യുലർ പാർട്ടികളുടെ ശിഥിലീകരണവും മുതലെടുത്താണ് അവർ അധികാരത്തിൽ വന്നത്. എന്ന് വെച്ചാൽ ജനാധിപത്യത്തിൻ്റെ ചെറിയൊരു പഴുതിലൂടെ ഫാഷിസത്തിന് അധികാരത്തിലേറാൻ സാധിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. അധികാരം ലഭിക്കുന്നതിന് വേണ്ടി അവർ പല വാഗ്ദാനങ്ങളും അക്കാലത്ത് നൽകുകയുണ്ടായി. ഏതെങ്കിലും ഒരു വാഗ്ദാനം പൂർത്തീകരിച്ചതായി നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യയെ വാനോളം വികസിപ്പിക്കുമെന്ന് അവർ പറഞ്ഞു. അഴിമതി കുഴിച്ചുമൂടുമെന്ന് പറഞ്ഞു. കള്ളപ്പണക്കാരെ തകർക്കുമെന്ന് പറഞ്ഞു. ഇന്ത്യൻ കുത്തകളും രാഷ്ട്രീയ നേതാക്കന്മാരും വിദേശങ്ങളിലെ സ്വിസ് ബാങ്കുകളിലും മറ്റും നിക്ഷേപിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് കോടി രൂപ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഓരോ പൗരൻ്റെയും ബാങ്ക് അക്കൗണ്ടുകളിൽ 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ഉറുപ്പിക നിക്ഷേപിക്കപ്പെടുമെന്ന് പറഞ്ഞു. ആർക്കാ കിട്ടിയത്? എൻ്റെ അക്കൗണ്ടിൽ ഇതുവരെ വന്നിട്ടില്ല. 4.5 കൊല്ലമായി ഇതുവരെ വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ വന്നതിന് തെളിവുമില്ല. ഈ വിധത്തിൽ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു തരം വാഗ്ദാനങ്ങളുടെ പെരുമഴ ആയിരുന്നു അവർ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ 4.5 വർഷത്തെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അവരുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും അതുപോലുള്ളത് വ്യക്തമാക്കുന്നതാണ്.
അഴിമതിയുടെ വികാസമാണ് രാജ്യത്ത് നടന്നിട്ടുള്ളത്. രാജ്യത്തിന്റെ വികസനം എന്ന് പറഞ്ഞു, പക്ഷേ രാജ്യത്തിന്റെ വികസനം എന്ന് പറഞ്ഞു, പക്ഷെ നടന്നിട്ടുള്ളത് അഴിമതിയുടെ വികസനമാണ്. അഴിമതി റാഫേലോളം ഉയരത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ റാഫേൽ അഴിമതിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതാനും കുത്തകകൾക്ക് യാതൊരു ഈടുമില്ലാതെ ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിക, 1 കോടിയല്ല, നമുക്കൊരു 10,000-10,000 ഉറുപ്പിക ബാങ്കിൽ നിന്ന് കടക്കിട്ടണമെങ്കിൽ എന്തൊക്കെ പണിയുണ്ട്. ഏതെങ്കിലും ബാങ്കിൽ നമ്മൾ പോയി നോക്കണം, നമ്മൾ പോയി നോക്കിയിട്ടുണ്ടാവും, നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇത് അങ്ങനെയൊന്നല്ല, യാതൊരു ഈടുമില്ലാതെ ലക്ഷം കോടി ഉറുപ്പിക അങ്ങോട്ട് കൊടുക്കുകയാണ്. അഡാനി ആസ്ട്രേലിയയിൽ പോയി, അഡാനിയും നമ്മുടെ പ്രധാനമന്ത്രിയോടൊപ്പം ആസ്ട്രേലിയയിൽ പോയി. എവിടെ പോവാമെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു വാലുറുക്കന്മാരുണ്ടാവും അദ്ദേഹത്തിൻ്റെ കൂടെ. അങ്ങനെ പിന്നെ ആസ്ട്രേലിയയിൽ പോയി, അവിടെ വെച്ച് തന്നെ ഡയറക്ടറോട് പറയുന്നു 60,000 കോടി ഉറുപ്പിക അനുവദിക്കാൻ. ഇതാണ് സ്ഥിതി. ഈ വിധത്തിൽ ഭയങ്കരമായ കടം നൽകി, ബാങ്കുകളിലൂടെ കടങ്ങൾ നൽകി അവരെ രാജ്യം വിടാൻ ഉള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതുപോലെ അധികാരത്തിൽ വന്നതിന് ശേഷവും ഒരുപാട് മുദ്രാവാക്യങ്ങൾ, വാഗ്ദാനങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. സബ്കാ സാത്ത് സബ്കാ വികാസ് അതിൽപ്പെട്ട ഒന്നാണ്. എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികാസം. ഇതാണ് സർക്കാരിൻ്റെ മൂലമന്ത്രം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നാം കണ്ടത് എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. മോദിയും അംബാനിയും ഒരു തട്ടാനും എന്ന നിലയിലേക്ക് സബ്കാ സാത്ത് എത്തിയിരിക്കുന്നു. മോദിയും അംബാനിയും ഒരു തട്ടാനും, ആ തട്ടാനാവട്ടെ അഡാനി എന്ന തട്ടാനും, എന്തും തട്ടാൻ കെൽപ്പുള്ള ഒരു അഡാനി. എന്ന് വെച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അഴിമതിയുടെ പ്രൈം മിനിസ്റ്ററായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മോഡി പറയുന്നു ഞാനൊരു ചൗക്കീദാറാണെന്ന്. എന്നെ പ്രധാനമന്ത്രിയായിട്ട് നിങ്ങൾ കാണരുത്, ഞാനൊരു ചൗക്കീദാറാണ്. ഈ ചൗക്കീദാർ എന്ന് പറഞ്ഞാൽ കാവൽക്കാരൻ. ഈ കാവൽക്കാരനും കൂടി ഇരുന്നിട്ടാണ് ഈ രാജ്യത്തെ കട്ടുമുടിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് 2019 തെരഞ്ഞെടുപ്പിൽ ഈ ചൗക്കീദാർ പിഴുതു മാറ്റപ്പെടണം. ഈ ചൗക്കീദാർ മാത്രമല്ല, ഈ ചൗക്കീദാറിന്റെ മാൻ പവർ സപ്ലയർ, ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടല്ലോ, അതാരാന്ന് വെച്ചാൽ അവരെയും പിഴുതു മാറ്റണം, തുടച്ചു നീക്കണം. മേക്ക് ഇൻ ഇന്ത്യ എന്ന മുദ്രാവാക്യമാണ് വേറൊരു മുദ്രാവാക്യം. മേക്ക് ഇൻ ഇന്ത്യ, അല്ല ഇന്ത്യയിൽ ഉണ്ടാക്കുക എന്നത്. ഇന്ത്യയിൽ എന്താ ഉണ്ടാക്കിയത്? ഒരു ഭാഷയിൽ പറഞ്ഞാൽ ബിംബനിർമ്മാണം മാത്രമാണ് ഈ രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പട്ടേലിൻ്റെ 3000 കോടിയുടെ പ്രതിമ നിർമ്മിച്ചു. കർഷകർക്ക് കൊടുത്തിട്ടുള്ളത് എന്താണ്? കർഷകർക്ക് കൊടുത്തിട്ടുള്ളത് ഒരു കയറും ഒരു മരക്കൊമ്പും സബ്സിഡിയായി കൊടുത്തു. അങ്ങനെ രാജ്യത്ത് 10,000-ത്തിലധികം കർഷകർ ആത്മഹത്യ ചെയ്തു. ഇതാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വികസനവും മറ്റും. പിന്നെ 10,000-ത്തിലധികം കർഷകർ ആത്മഹത്യ ചെയ്തു. പക്ഷെ കുറ്റം പറയാൻ പറ്റില്ല. മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ പൊക്കവട നിർമ്മിച്ചിട്ടുണ്ട്. പൊക്കവട അല്ലേ നമ്മളെ വൈകുന്നേരം ചായ കൂട്ടുന്ന പൊക്കവട, അത് മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ നിന്നുണ്ടാക്കിയിട്ടുള്ളതാണ്. ഉണ്ടാക്കാനാണ് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല പൊക്കമേറിയ പ്രതിമയും പൊക്കവടയും നല്ല കോമ്പിനേഷനാണ്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ഉറുപ്പികയുടെ വില അന്ന് ഡോളറിന് 60 ഉറുപ്പികയായിരുന്നു. അത് കുറച്ച് 35-ലെത്തിക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഇപ്പോൾ 75-ൻ്റെ അപ്പുറത്തേക്ക് കടന്നു. പെട്രോൾ വില പക്ഷേ ദിനം പ്രതി കൂടുന്നത് കക്കൂസ് ഉണ്ടാക്കാനാണ് എന്നുള്ളതിനെങ്കിലും സമാധാനിക്കാം. ഇതിങ്ങനെ കോടിക്കണക്കിന് കക്കൂസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ രാജ്യത്ത്. ഈ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ നിലക്ക് നമുക്ക് അങ്ങനെ വിമർശിക്കാൻ പറ്റില്ല. നമ്മുടെ കണ്ണന്താനത്തെ പോലുള്ള പരമരസികൻ മന്ത്രിമാരെ സംഭാവന ചെയ്തിട്ടുണ്ട്. അതും ഒരു മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ പെടുത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രക്ക് നല്ലൊരു പ്രൊഡക്റ്റാണത്. ഏതൊരു ജനവിരുദ്ധ പ്രവൃത്തിയും രാജ്യസ്നേഹവുമായി കലർത്തിയാൽ ജനങ്ങളെ വഞ്ചിക്കാമെന്നാണ്, വിഡ്ഢികളാക്കാമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അതിന് പറ്റിയ സുരേന്ദ്രന്മാരും വനിതാ സുരേന്ദ്രന്മാരും ഈ രാജ്യത്തുള്ളതോടും ഇവരുടെ ഭാഗ്യമാണ്. പെട്രോൾ വിലയെപ്പറ്റി സംസാരിച്ചാൽ മറുപടി വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ അത് തീർന്നു, മറുപടി തീർന്നു. ഒരു വന്ദേ മാതരത്തോടുകൂടി പെട്രോൾ വില ഇടിഞ്ഞു. അതേപോലെ തന്നെ
ഉറുപ്പികയുടെ മൂല്യ തകർച്ചയെ പറ്റി പറഞ്ഞാൽ ഭാരത് മാതാ കി ജയ്. ഇത് കേട്ടിട്ട് കൈയടിക്കുകയോ അല്ലെങ്കിൽ ആശ്വാസം കൊള്ളുകയോ ചെയ്യുന്ന ഒരു പറ്റം ആളുകൾ. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ മൂലധനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അയോധ്യയും രാമക്ഷേത്രവും ഒക്കെ തന്നെ അധികാരം പിടിക്കുന്നതിനുള്ള ഒരു രാഷ്ട്രീയ ഉപകരണം മാത്രമാണ് ഇവർക്ക്. വിശ്വാസികളെ തപിപ്പിച്ചു നിർത്താനുള്ള ഒരു വഴി മാത്രം. ശബരിമല വിഷയത്തിൽ ഇവരുടെ നേതാവിൻ്റെ പ്രസംഗം നമ്മൾ കേട്ടതാണല്ലോ. പിള്ളവാക്കിൽ കള്ളമില്ല എന്നാണ് അവരുടെ നേതാവ് പിള്ള പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ. ഇപ്പോൾ ഇതൊന്നും പറയേണ്ട കാര്യമില്ല അവിടെ. അപ്പോൾ ഇവരുടെ ഇതൊക്കെ ഇത്തരം നിങ്ങൾക്കറിയാലോ, താനൂരിൽ ഒരു നബിദിന ഘോഷയാത്രക്ക് നേരെ ഒരു ശ്രീകൃഷ്ണ ജയന്തിക്ക് നേരെ ബോംബെറിയാൻ വേണ്ടി ബോംബുമായിട്ട് പോകുന്നതിനിടയിൽ പെട്ടെന്ന് വീണ് ബോംബ് പൊട്ടി മരിച്ചു ഒരു RSSകാരൻ. അന്നത്തെ മലപ്പുറം SP പറഞ്ഞിട്ടുള്ളത് മലപ്പുറം ജില്ലയെ ദൈവം കാത്തുന്ന എന്ന് വെച്ചാൽ സ്വന്തം കുട്ടികളുടെ നേരെ തന്നെ ബോംബ് എറിഞ്ഞുകൊണ്ട് കൊന്ന് എന്നിട്ട് വർഗീയ കലാപം സൃഷ്ടിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ യാതൊരു മടിയുമില്ലാത്ത ആത്രഹീനന്മാരും ആയ ആളുകളാണ് ഇവരെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഏതൊരു മതപരമായ വിഷയവും ഏതൊരു ആരാധനാലയവും എന്തും തന്നെ അവർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ചെറിയ ചില്ലറ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാമജന്മഭൂമിയില്ല, ബാബരി മസ്ജിദാണ് വിഷയം. ബാബരി മസ്ജിദ് നേരത്തെ ഉണ്ടായിരുന്നിടത്ത് അത് പുനർനിർമ്മിക്കുക എന്നതാണ് നീതി. രാജ്യം താല്പര്യപ്പെടുന്നതും അതാണ്. അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ നരസിംഹറാവു രാജ്യത്തിന് ഉറപ്പ് നൽകിയിട്ടുള്ളതുമാണത്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കേസ് നടക്കുകയാണ്. എന്നാൽ കേസിലെ വിധിയെ സ്വാധീനിക്കാൻ വേണ്ടി RSSൻ്റെ സ്വാമിമാരും മറ്റും ചേർന്ന് സുപ്രീം കോടതിയെ ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. കോടതി വിധി അംഗീകരിക്കില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ. ബാബരി മസ്ജിദ് നിന്ന സ്ഥലം പള്ളിയുടേതാണ്. ഇന്നലെ അത് പള്ളിയുടേതായിരുന്നു, ഇന്നത് പള്ളിയുടേതാണ്, നാളെയും അത് പള്ളിയുടേതായിരിക്കും. ഒരു സംശയം അക്കാര്യത്തിലില്ല. ഇൻഷാ അല്ലാഹ് ഈശ്വരേച്ഛയുണ്ടെങ്കിൽ, വിധിയുണ്ടെങ്കിൽ അവിടെ ആ ഭൂമിയിൽ തന്നെ പള്ളി പണിയുകയും മുസ്ലിങ്ങൾ അവിടെ നമസ്കരിക്കുകയും ചെയ്യും. ബാബരി മസ്ജിദ് ഹറം പോലുള്ള വിശുദ്ധമാക്കപ്പെട്ട പുണ്യഭൂമിയൊന്നുമല്ല. എങ്കിലും മുസ്ലിങ്ങളുടെ ഒരു സ്വപ്നമാണത്. അത് തിരിച്ചു പിടിക്കാൻ ഇന്ത്യൻ മുസ്ലിങ്ങളിൽ ഒരു സലാഹുദ്ദീൻ തീർച്ചയായും ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ജന്മം കൊള്ളും. ഇന്ത്യൻ ജനാധിപത്യം, ഇന്ത്യൻ മതേതരത്വവും അതിന് പാകമാവുന്ന ഒരവസ്ഥ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതിന് എന്നുള്ളതിന് കാലാവധി നിശ്ചയിക്കാൻ പറ്റില്ല. ഇത് തലമുറകളിലൂടെ കൈമാറിക്കൊണ്ടും ഈ സന്ദേശം ഞങ്ങൾ നൽകുകയും ആ സന്ദേശത്തിനനുസരിച്ച് നിയമിക്കുന്ന ഒരു തലമുറ ഇന്ത്യ രാജ്യത്ത് ഉരുവം കൊള്ളുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇൻഷാ അല്ലാഹ്. സുഹൃത്തുക്കളെ, ഈ ഗവൺമെൻറ് നിലം പരിശാകണം. ഈ ഗവൺമെൻറ്റിൻ്റെ അവർ ജനങ്ങളിൽ വിഷം നിറക്കുന്ന ഒരു വിഭാഗമാണ് ഈ RSSകാരും BJPക്കാരും. ഈ ഗവൺമെൻറ്റും ജനങ്ങളിൽ വിഷം നിറക്കുകയാണ്. വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ് അവർ പ്രസരിപ്പിക്കുന്നത്. ഇന്ത്യൻ ജനതയെ അവരുടെ മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ വിഭജിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഏത് കാലഘട്ടത്തിലും ഇവർ ചെയ്തിട്ടുള്ളത് അതാണ്. ഏത് കാലഘട്ടത്തിലും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തെറ്റിക്കുന്നതിന് വേണ്ടി കമണ്ടലുമായി ഇറങ്ങിയിട്ടുള്ള ആളുകളാണ് ഇവർ. ഒരു വിഭജനം തന്നെയായിരുന്നു അവിടെ അന്നുണ്ടായിരുന്നത്. അത് മനസ്സിലാണെന്ന് മാത്രം. അതിനു മുമ്പും ഇവർ ചെയ്തിട്ടുള്ളതാണ്. ഈ സവർണ വിഭാഗങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായത് ഇതിൻ്റെ ഒരു ഫലമായിട്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലുള്ള ഒരു വിഭജനങ്ങളാണ് ഏത് കാലഘട്ടത്തിലും ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഗതിയാണ് മനുഷ്യന്മാർ തമ്മിലുള്ള വിദ്വേഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു തരം നമ്മൾ അന്ന് ഇതാണ് ഇവരുടെ സ്വഭാവം. ഈ സ്വഭാവമുള്ള ആളുകൾ ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ ശക്തിയാവാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവർ ആൾക്കൂട്ട കൊലകൾ നടത്തുന്നവരാണ്. ജനങ്ങൾ ഇഞ്ചിഞ്ചായി അടിച്ചടിച്ച് കൊല്ലുന്ന ആളുകൾ. ഹിന്ദുക്കളെയും
ഹിന്ദു മുസ്ലിങ്ങളെയും ദളിതുകളെയും അവർ ഇതിന് വിധേയമാക്കുന്നു. ഒരു തരം പശുരാജിലേക്ക് ഇന്ത്യ എന്ന സങ്കല്പത്തെ അവർ കൊണ്ടുപോവുകയാണ്. ഇവരുടെ വിദ്വേഷ രാഷ്ട്രീയം മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മധ്യപ്രദേശിൽ കോൺഗ്രസ് 10% വരുന്ന മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് എത്ര സീറ്റാണെന്ന് അറിയും? മധ്യപ്രദേശിൽ 3 സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. എന്താ കാരണം? മുസ്ലിങ്ങളിൽ നിന്നാൽ ജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റും. മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള സ്ഥലങ്ങളിലാണ് 3 സീറ്റ് കൊടുത്തിട്ടുള്ളത്. ഗുലാം നബി ആസാദ് അലിഗറിലെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, പ്രതിപക്ഷ നേതാവാണ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായ ഗുലാം നബി ആസാദ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കാൻ എനിക്ക് അവസരം ലഭിക്കാറില്ല. കാരണം ഞാൻ പ്രസംഗിക്കാൻ പോയാൽ തോൽക്കുമത്രേ, അതുകൊണ്ട് എന്നെ വിളിക്കുന്നില്ല എന്ന് അദ്ദേഹം അലിഗറിൽ പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിധത്തിലുള്ള ഒരു തരം വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനം കോൺഗ്രസിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. മധ്യപ്രദേശിൽ നിങ്ങൾക്കറിയാമല്ലോ, മധ്യപ്രദേശിൽ പശുവിൻ്റെ പേരിൽ NSA ദേശ സുരക്ഷാ നിയമം അനുസരിച്ച് ഉള്ള കേസ് എടുത്തിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്. BJP ഗവൺമെൻറ് അല്ല, കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് മുസ്ലിങ്ങളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. ദേശസുരക്ഷ പശുവിനെ കൊന്നു പറഞ്ഞിട്ടാണ്. BJPയും കോൺഗ്രസും തമ്മിലുള്ള യഥാർത്ഥ പോര് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിലോ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ജനക്ഷേമത്തിൻ്റെ കാര്യത്തിലോ അല്ലെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പശുവിൻ്റെ യഥാർത്ഥ അവകാശികൾ ആര് എന്നുള്ള ഒരു ഗോകുല കലഹം മാത്രമാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിങ്ങൾ ഇവരുടെയൊന്നും ഉത്കണ്ഠാ മേഖലയിൽ വരുന്നേയില്ല. 10% സവർണ സംവരണം ബില്ല് കൊണ്ടുവന്നു BJP ഗവൺമെൻറ്. വോട്ട് ചെയ്തത് കോൺഗ്രസ്, CPM, CPI തുടങ്ങിയിട്ടുള്ള ഇടതുപക്ഷങ്ങളും കോൺഗ്രസ് അടക്കമുള്ള ആൾക്കാരും മതേതര പാർട്ടികൾ മുഴുവൻ വോട്ട് ചെയ്തു. ശരിക്കു പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സംവരണത്തിൻ്റെ സത്തയെ തന്നെ ഊറ്റിക്കളയുന്ന ബില്ലായിരുന്നു അത്. ആ ബില്ലിനെയാണ് ഇവർ ഇതാക്കിയിട്ടുള്ളത്. നമുക്കറിയാം CPMഉം CPI ഒക്കെ തന്നെ എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? BJPയെ നേരിടാൻ അല്ലെങ്കിൽ RSS നേരിടാൻ മറ്റൊരു RSS ആവുകയാണ് ഇവരുടെ പരിപാടി. അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതെടുത്ത് നോക്കിയാലും, ഞാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല, അടുത്ത കാലത്തായി വന്നുകൊണ്ടിരിക്കുന്ന ഏത് സംഭവങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും RSSനെ ഇവർ എതിർക്കുന്നത് RSS കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതേ നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങളുടെ നേരെ. മുസ്ലിങ്ങളെ ഇന്ത്യയിൽ ഒരു തരം റോഹിംഗ്യൻ അഭയാർത്ഥികളാക്കാനുള്ള ശ്രമം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 1994 ഡിസംബർ 10 തീയതി കോഴിക്കോട് നടത്തിയിട്ടുള്ള NDFൻ്റെ ഒരു മഹാസമ്മേളനമുണ്ടായിരുന്നു. ആ സമ്മേളനത്തിൻ്റെ തീം അല്ലെങ്കിൽ പ്രമേയം പൗരത്വ നിഷേധത്തിനെതിരെ എന്നുള്ളതായിരുന്നു. ആസാമിലെ പൗരത്വ നിഷേധത്തിനെതിരായിരുന്നു അത്. അന്ന് ആൾക്കാർ പറഞ്ഞു, എന്താണ് ഈ ഏതോ ഒരു നാട്ടിൽ കിടക്കുന്ന എല്ലാത്തൊരു വിഷയം എടുത്ത് ഉന്നയിച്ചുകൊണ്ട് എന്തിനാ ഇവിടെ സമ്മേളനം നടത്തുന്നതെന്ന് ഞങ്ങളോട് നല്ല മനുഷ്യന്മാരൊക്കെ ചോദിച്ചു. ഇപ്പോഴും നല്ല മനുഷ്യന്മാരുണ്ടല്ലോ, അങ്ങനത്തെ പല ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ട്. ഇപ്പോൾ അടുത്ത് വരാനും പോകുന്നു. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു സമ്മേളനം നടത്തുന്നത്? ഇപ്പോൾ കണ്ടോ, ആസാമിലെ പൗരത്വ നിഷേധം തുടങ്ങിക്കഴിഞ്ഞു. NRC നാഷണൽ രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൺസ് എന്ന് പറയുന്ന ഒരു ഇത് കൊണ്ടുവന്നു, ഒരു പൗരത്വ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നു. 40 ലക്ഷം ബംഗാളി സംസാരിക്കുന്ന ജനങ്ങൾ ഈ NRCക്ക് പുറത്താണ്. ഈ 40 ലക്ഷത്തിൽ 60% മുസ്ലിങ്ങളാണ്. ബാക്കി ഹിന്ദുക്കളെ, ഇപ്പോൾ പറയുന്നത് ഹിന്ദുക്കളെ മാറ്റി നിർത്തുമെന്നാണ്. എന്ന് വെച്ചാൽ ഹിന്ദുക്കളെയും മറ്റു മതവിഭാഗക്കാരെയും മാറ്റി നിർത്തും എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ഔട്ട്. ഇത് രാജ്യത്തുടനീളം കൊണ്ടുവരണമെന്നാണ് BJP പറയുന്നത്, RSS പറയുന്നത്, അമിത്ഷാ പറയുന്നത്. അമിത്ഷാ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഇന്ത്യയിൽ 100 കോടി ആളുകൾ കടന്നുകയറ്റക്കാരാണ്. ഇന്ത്യയിലുള്ള ജനത 135 കോടിയാണ് ഇപ്പോൾ പറയുന്നത്. അതിൽ 100 കോടിയും കടന്നുകയറ്റക്കാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ മുസ്ലിങ്ങൾ മാത്രമല്ല അതിൽ പെടുക എന്നുള്ളൊരു ആശ്വാസമുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് അറിയാൻ പറ്റും, വിവരക്കേടിന് 110 കിലോ കൊടുത്താൽ അതിനെ നമുക്ക് അമിത്ഷാ എന്ന് വിളിക്കാൻ പറ്റും. ഓരോരോ ബില്ലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പെട്ടെന്ന്, കാരണം ഭരണം അവസാനിക്കുകയാണല്ലോ. അപ്പോൾ ബില്ലുകളുടെ ഒരു ഇതാണ്.
മുത്തലാഖ് ബില്ല് ഞാൻ വിശദീകരിക്കുന്നില്ല. മുസ്ലിം സ്ത്രീകളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് മുത്തലാഖ് ബില്ല് എന്നാ പറയുന്നത്. സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി, സ്വന്തം ഭാര്യയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കാത്ത ഒരു വ്യക്തി മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കാൻ പോകുന്നു. എന്തൊരു ആർഭാടം എന്നേ എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള ത്വര ഇത് ഭയങ്കര ഗംഭീരം തന്നെയാണ്. ഇവരെ ഭരണത്തിൽ നിന്ന് തൂത്തെറിയണം. ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണം അസഹനീയമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ മരണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ മറ്റു മതസ്ഥർക്കോ, മതമുള്ളവനോ മതമില്ലാത്തവനോ യാതൊരു പ്രയോജനമില്ലാത്ത ഈ ഭരണം തകരണം. പുതിയൊരു ജനസഭ നിലവിൽ വരണം. കാരണം വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തിന് രാജ്യത്ത് ഒന്നും ലഭിക്കാൻ പോകരുത്. ഈ രാജ്യത്തിൻ്റെ മതേതരത്വം തകർക്കപ്പെടരുതേ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ രാജ്യത്തിൻ്റെ മാനവികത തകർക്കപ്പെടരുതേ എന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നോക്ക പീഡിത വിഭാഗത്തെ പരിഗണിക്കുന്ന ഒരു ഭരണമാണ് ഉണ്ടാവേണ്ടത്. ഭേദമുള്ള തൊമ്മൻ എന്ന നിലയിലെങ്കിലും കോൺഗ്രസ് വരണമെങ്കിൽ കോൺഗ്രസും മറ്റ് പ്രാദേശിക പാർട്ടികളും തമ്മിൽ അസ്വാരസ്യങ്ങൾ അവസാനിപ്പിക്കുകയും യോജിച്ച മുന്നേറ്റത്തിന് അവർ തയ്യാറെടുക്കും വേണം. അല്ലെങ്കിൽ ഇതുവരെ ഈ രാജ്യം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള മഹാദുരന്തത്തിനാവും ഇന്ത്യ സാക്ഷിയാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മളെ രക്ഷിക്കട്ടെ എന്നല്ലാതെ, അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ എന്നല്ലാതെ മറ്റൊന്നും ഇപ്പോൾ പറയാനില്ല. പക്ഷേ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുകയും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇന്ത്യൻ ജനത മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യത്തിലും മതേതരത്തിലും വിശ്വാസമുള്ള മുഴുവൻ ആളുകളും ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ നാട്ടിൽ നിന്ന് പോയ ഒരു സംഘടന ഇന്ന് രാജ്യത്തിൻ്റെ 25 സംസ്ഥാനങ്ങളിൽ അംഗങ്ങളുള്ള സംഘടനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ നാട്ടിൽ നിന്ന് പോയതാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടോ? കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സംഘടന അഖിലേന്ത്യാ തലത്തിൽ വളർന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാം ഉത്തരേന്ത്യൻ ഇറക്കുമതികളാണ്. എന്നാൽ കേരളത്തിൻ്റെ ഒരൊറ്റ കയറ്റുമതി എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ് എന്നത് മനസ്സിലാക്കുക. അതും അതിൻ്റെ ബീജം നാദാപുരത്തിൻ്റെ മണ്ണിൽ നിന്നാണ്. നാദാപുരത്തിൻ്റെ എല്ലാ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ടാണ് അത് പോയത്. നാദാപുരത്തിൻ്റെ എല്ലാ തിന്മകളും ഉപേക്ഷിച്ചുകൊണ്ടാണ് അത് പോയത്. അൽഹംദുലില്ലാഹ്, അത് ഇന്ന് രാജ്യത്തിൻ്റെ എല്ലാ ദിക്കുകളിൽ എത്തിക്കഴിഞ്ഞു. 4 അതിരുകളിൽ എത്തിക്കഴിഞ്ഞു. രാജ്യത്തിൻ്റെ 4 അതിരുകളിൽ പ്രകാശത്തിൻ്റെ പ്രളയം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേണ്ടി വന്നാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ അതിർത്തികൾ കാവലിരിക്കാനും മുമ്പിലിരിക്കുന്ന ഈ സഹോദരന്മാരോ അതുപോലുള്ള നമ്മൾ ആരും തയ്യാറാവുകയും ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യ രാജ്യത്തിൻ്റെ അതിർത്തി കാവലിരിക്കുവാൻ നമ്മൾ സന്നദ്ധമായിരിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് പോയതിന് ശേഷമുള്ള ഒരു ചെറിയൊരു മാറ്റം ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം നമ്മുടെ ഭാഷയ്ക്ക്, നമ്മുടെ ശരീരഭാഷയ്ക്കും ഭാഷയ്ക്കും ഒരു വ്യാകരണം രചിച്ചു എന്നുള്ളത് മാത്രമാണ്. ആ വ്യാകരണമാണ് നമ്മുടെ ഭാഷയുടെ വ്യാകരണമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കാഡറ്റുകൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മാത്രമാണ് ഒരു വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. അതും ഈ രാജ്യത്തിൻ്റെ അഭിമാനമായി നമ്മൾ നെഞ്ചേൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഞാൻ ഈ യോഗത്തിൻ്റെ നമ്മുടെ യൂണിറ്റി മാർച്ചിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ മഹത്തായ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.